2026 ഓണത്തിന് തിയേറ്ററിന് എന്ത് പറ്റി നാലെന്ന് ചോദിച്ചാൽ നിവിൻ പോളിയും കുറച്ച് പിള്ളേരും കൂടെ വന്ന് കൊല തൂക്കിയിട്ട് പോയെന്ന് പറയാം. ഓരോ സിനിമയും വരുമ്പോൾ നിവിന്റെ കുറെ കാലമായിട്ട് സിനിമകൾ ഇങ്ങനെ ഫ്ലോപ്പ് ആകുന്ന കണ്ട് പുള്ളിയുടെ ഒന്ന് രണ്ട് സിനിമയ്ക്ക് ഇങ്ങനെ ഒന്ന് ഹിറ്റ് ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കാണുമ്പോഴാണ് നമുക്കൊക്കെ പുള്ളി എത്രത്തോളം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ആദ്യമായിട്ട് ഫീൽ ചെയ്ത സർവ്വമായയിലാണ്. സർവ്വമായ പോലൊരു എബോ ആവറേജ് സിനിമ വെച്ച് പുള്ളി ബോക്സ് ഓഫീസിൽ എന്താണ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതുപോലൊരു ടോപ്പ് പടമൊക്കെ പ്രത്യേകിച്ച് ഈ ഓണം സീസണിലൊക്കെ വന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. വ്യാഴാഴ്ച ഖലീഫയുടെ റിവ്യൂ ഇട്ടിരുന്നു. ആ റിവ്യൂ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞു, നാളെ റിലീസ് ആകാൻ പോകുന്ന നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു എബോ ആവറേജ് പടമാണെങ്കിൽ പോലും ഫാമിലി ഫുൾ അതിന് കയറും. അതായിരിക്കും ഓണം വിന്നർ. നാളെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസ് ഉണ്ട്. അത് നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഖലീഫയെ തൂക്കും. അത്രയും നല്ല, കാരണം നിവിൻ പോളിയുടെ അത്യാവശ്യം ഒരു എബോ ആവറേജ് റിപ്പോർട്ട് വന്നാലേ ഫാമിലി നന്നായിട്ട് കയറും. പക്ഷേ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ജസ്റ്റ് ഒരു എബോ ആവറേജ് പടമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് ഇഷ്ടപ്പെടും, വയസ്സായ ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം എന്റെ ആ ഒരു റോയിൽ തന്നെ എന്റെ തൊട്ട് സീറ്റിന് അപ്പുറത്ത് ഇരുന്നത് ഒരു ഓൾഡ് കപ്പിളാണ്. അവർ വരെ എന്തോരം എൻജോയ് ചെയ്ത ആ സിനിമ കണ്ടെന്ന് ഞാൻ നോക്കുമായിരുന്നു. ആ അങ്കിളൊക്കെ പൊട്ടി ചിരിക്കുകയായിരുന്നു ഓരോ കോമഡി വരുമ്പോഴും. ലാസ്റ്റ് പുള്ളിക്ക് ചിരിച്ചിരിച്ച് ചുമയായി. അപ്പൊ അത്രത്തോളം എല്ലാ ജനറേഷനും ഒരുപോലെ കണക്ട് ആകുന്നു, എല്ലാ ജനറേഷനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളെന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുള്ളൂ. പടം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഇന്നാവും. ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മളും കൂടെ ഒരു മെമ്പർ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഗിരീഷ് ഷെഡി നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കും. പിന്നീട് അതിന്റെ കൂടെ നമ്മളങ്ങ് ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഗിരീഷ് ഷെഡിയുടെ എന്റെ ഫേവറേറ്റ് മൂവി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തണ്ണീർമത്തൻ ദിനങ്ങൾ പറയുകയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. ഈ തണ്ണീർമത്തൻ ദിനങ്ങൾ കണ്ട് ഏകദേശം ഒരു 2-3 ദിവസത്തോളം എനിക്ക് എൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ആ സിനിമ ഇറങ്ങുന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു കോളേജ് ടൈമാണ്. സോ അത്രത്തോളം എനിക്ക് കണക്ട് ആയ ഒരു സിനിമയായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന സിനിമ ഇതാണ്. നിവിനൊക്കെ പുള്ളിയുടെ സേഫ് സോണിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ പിന്നെ അടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 2000 കാലഘട്ടങ്ങളിലെ ദിലീപേട്ടൻ, അല്ലെങ്കിൽ ലാലേട്ടൻ നല്ലൊരു ഫാമിലി പടമായിട്ട് വരും. ഇതല്ലാതെ വേറെ ഒറ്റ മനുഷ്യർക്ക് തൊടാൻ പറ്റില്ല. കാരണം അത്രയും ഫാമിലി സപ്പോർട്ടുള്ള ഒരു നടനാണ്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് 2019 മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലൊന്നും പെർഫോം ചെയ്തില്ല. പിന്നീട് 2025 പുള്ളിയുടെ നല്ലൊരു മൂവി വന്നിട്ട് പുള്ളി ഒരു കമ്പാക്ക് നടത്തുന്നത്. അപ്പൊ അതുവരെ നിവിൻ ഫീൽഡ് ഔട്ടായി, നിവിൻ ഫോം ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞു വരുത്തിയ ആൾക്കാർ, അങ്ങനെ പറഞ്ഞു നടന്നവർക്കൊക്കെ മുഖത്തിട്ടടിക്കുന്ന രീതിയിലാണ് സർവ്വമായ പോലൊരു പടം കൊണ്ടുവന്ന് ഹിറ്റ് കൊടുത്തിട്ട് അത്രയും കൺവിൻസിംഗ് ആയിട്ട് പുള്ളി ചെയ്തിട്ട് പോയത്. ഈ പടമൊക്കെ പറയുകയാണെങ്കിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തൊരു ഈസി ആയിട്ടാണ് പുള്ളി പടം ചെയ്യുന്നതെന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പുള്ളിക്കതൊരു വിഷയമേ അല്ല. കാരണം ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പുള്ളിയുടെ നാച്ചുറൽ മാനറിസംസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പെർഫെക്റ്റ് ആണ്. ആ ക്യാരക്ടറിന് പെർഫെക്റ്റ് ആണ്. നിവിൻ അല്ലാതെ മറ്റൊരാളാണെങ്കിൽ എത്രത്തോളം മസിൽ പിടുത്തവും അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ടൊക്കെ ഇട്ട് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വേറൊരു നടനെ ഇതിലൊന്ന് ആലോചിച്ച് നോക്കും. പല നടന്മാരും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നിവിനെ അനുകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, നിവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നിവിന് മാത്രമുള്ളതാണ്. വേറെ ആർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ലാലേട്ടൻ ദിലീപേട്ടനെ കഴിഞ്ഞാൽ പിന്നെ ഫാമിലി അത്രത്തോളം ഏറ്റെടുത്തൊരു ആക്ടറാണ് നിവിൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരു ആവറേജ് റിപ്പോർട്ട് വന്നാൽ തന്നെ ഫാമിലി ഇടിച്ചു കയറും പടത്തിന്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇത്രയും ഒരു 6 വർഷത്തെ ഗ്യാപ്പിന്, ഒരു 5-6 വർഷത്തെ ഫ്ലോപ്പിന് ശേഷം അത്രയും ടച്ച് വിട്ട് ആൾക്കാരെല്ലാം നമ്മൾ നിവിനെ വിട്ടു പോയെന്ന് വിചാരിച്ച സമയത്ത് സർവ്വമായ ഒരു പടം കൊണ്ടുവന്ന് ആ ഫാമിലിയെ പുള്ളി തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഒരു വീണ്ടും തെളിയിക്കുകയാണ് ഇപ്പൊ ഈ സിനിമയിലൂടെ. ഞാൻ ഓണസ്റ്റ്ലി പറയാണ്, വ്യാഴാഴ്ച ഖലീഫയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ സമയത്താണ് ഞാൻ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. എനിക്ക് വെള്ളിയാഴ്ച സിനിമയ്ക്ക് പോകാൻ കുറച്ച് അസൗകര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം 5:30 ഷോയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. സോ ഞാൻ വ്യാഴാഴ്ച ബുക്ക് ചെയ്യുന്ന സമയത്ത് സീറ്റ് ഓൾമോസ്റ്റ് ഒരു 5% മാത്രമേ ബുക്ക്ഡ് ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഫ്രീ ഒക്കുപൈഡ് ആണ്. വെള്ളിയാഴ്ചത്തെ മോർണിംഗ് ഷോയ്ക്ക് പോലും ഓൾമോസ്റ്റ് ഒരു 50% സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. നമുക്കിപ്പം ഡിസ്ട്രിക്ട് ആപ്പിൽ കാണാൻ ഏറ്റവും ബെസ്റ്റ് സീറ്റ് ഒരു ബ്ലൂ കളറിൽ കാണിക്കും. അതിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് ചൂസ് ചെയ്യാവുന്ന രീതിയിൽ വേക്കൻ്റ് ആയി കിടക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ്, സിനിമ റിലീസായി ഇന്നലെ ഉച്ച കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ ഞായറാഴ്ച വരെയുള്ള എല്ലാ ഷോസും ഫില്ലായിട്ടുണ്ട്. ആ ഓപ്പൺ ആയിട്ടുള്ള ബുക്കിംഗ് ഫുള്ള് ഫില്ല്. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നു. ആൾക്കാർ സംഭവം ബുക്ക് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം ഓണം കഴിയുന്നവരെ ടിക്കറ്റ് ഒന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം അത്രത്തോളം. ഞാൻ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഇറങ്ങാൻ തന്നെ ഒരു 3/4 മണിക്കൂർ തിയേറ്ററിൽ കിടന്നു, ഈ ബ്ലോക്ക് കാരണം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്ത ടീം പടം കാണാൻ വന്നോണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ വണ്ടി കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് കയറിക്കൊണ്ടിരിക്കുക. പാൻ സിനിമാസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വന്നാലും ഒക്കുപ്പൈ ചെയ്യാനുള്ള പാർക്കിങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തിയേറ്ററാണ്. ഞാൻ എവിടെ പോയാലും എനിക്ക് പാൻ സിനിമാസിൽ വന്ന് സിനിമ കാണാൻ ഇഷ്ടം. ഒരു ഹോംലി ഫീലിംഗ് ആണ്. കാരണം നല്ല പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ട്രാഫിക് ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ആ പാർക്കിങ്ങിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും തോന്നില്ല. പക്ഷെ വല്ല കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സിനിമ വരുമ്പോൾ അവിടുത്തെ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും ആ സിനിമ എത്രത്തോളം ഉണ്ട് ഇമ്പാക്ട് എന്നുള്ളത്. കാരണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ മാനേജ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പടം 100 കോടി ഷുവർ ഷോട്ടാണ്.
പിന്നെ അതിന് മേളിലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കണ്ടിറങ്ങുമ്പോൾ ഇത്രയും മനസ്സ് നിറപ്പിക്കുന്ന, മനസ്സൊരു അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പടം. ഇനി സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആണെങ്കിൽ മുക്കിയും മൂളിയും നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്യാരക്ടർ 10-35 വയസ്സായിട്ടും വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇപ്പം കുറച്ച് പിള്ളേരെയൊക്കെ ഒന്ന് ഭാരിച്ച് കുറച്ച് ദേഷ്യം കാണിക്കുകയും എന്താ പറയുന്നത്, കുറച്ചൊരു സിഗ്മ ലൈനിൽ പോകുന്നൊരു ചെറുപ്പക്കാരൻ. ആ ഒരു സാധനമൊക്കെ വേറെ ഏതെങ്കിലും ആക്ടറൊക്കെ ആണെങ്കിൽ കുറച്ചൊന്നും ഇങ്ങനെ മസിൽ പിടിച്ച് സംസാരത്തിലൊക്കെ ഒരു മസിൽ പിടുത്തവും ആ ഒരു എഫേർട്ട് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം നമുക്ക് ഉറപ്പാണ്, മലയാളികൾക്ക് ഫിറ്റ്നസ് എന്നൊന്നും പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. നിവിൻ്റെ ഫിറ്റ്നസ് പോയതുകൊണ്ട് നിവിൻ ഇനി പഴയ പോലെ ഫോമിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് അത് മനസ്സിലായി കാണും. കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ അങ്ങനെ ഫിറ്റ്നസ് ഒന്നും നോക്കുന്ന ആൾക്കാരല്ല. മലയാളികൾ എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണലി കണക്ട് ആകുന്ന ആക്ടർ ആയിരിക്കണം, അഭിനയിക്കാൻ അറിയണം, നല്ല പെർഫോമർ ആയിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മലയാളികൾ ഏറ്റെടുക്കും. അപ്പം ലാലേട്ടനും ദിലീപേട്ടനുമൊക്കെ ശേഷം അതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു പയ്യൻ എന്നുള്ള രീതിയിൽ മലയാളികൾ ഏറ്റെടുത്ത ഒരു ആക്ടറായിട്ടാണ് എനിക്ക് ഇവനെ തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മുടെ ആവേശത്തിലെ റോഷൻ, അതുപോലെ തന്നെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്, പിന്നെ നമ്മുടെ റീൽസിലും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കുറെ പിള്ളേർ, മമിത ബൈജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് സ്ക്രീനിലൊക്കെ മമിത ബൈജുവിന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ ഹീറോയിൻ പരിവേഷം അങ്ങനെയൊന്നുമല്ല, ഒരു നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ആക്ട്രസ് ആണ് മമിത ബൈജു. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുമ്പോഴാണ് ആളുകൾക്ക് ഇമോഷണലി കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ആളുകളെ സിനിമയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കും. നമുക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതായത് നാട്ടുമ്പുറങ്ങളിലൊക്കെ, എസ്പെഷ്യലി കുറച്ചൊരു സിറ്റിയിലേക്കൊക്കെ വരുന്ന നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഇങ്ങനെയുള്ള പെൺകുട്ടികൾ. അതുപോലെ തന്നെ നിവിന്റെ പോലത്തുള്ള ക്യാരക്ടേഴ്സും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇതിനകത്ത് സംഗീത് പ്രതാപ്, അമൽ ഡേവിസ് നിവിന്റെ അനിയനായിട്ടാണ്. അപ്പം അതുപോലുള്ള ക്യാരക്ടേഴ്സ്, ഇതിനകത്തുള്ള എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റും തന്നെ. അതൊക്കെയാണ് ആൾക്കാരെ കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ സിനിമയുടെ കുറേ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഒരുപാട് റെഫറൻസ് ഉണ്ട്, ഒരുപാട് സിനിമയുടെ റെഫറൻസ് ഉണ്ട്. അതെല്ലാം കിഡിലിനായിട്ട് എടുത്ത് വെച്ചാണ്. അതായത് നമ്മുടെ ഹീറോ മൂവിയിൽ നിന്ന് തന്നെ കുറേ സാധനം, അയ്യപ്പ എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജായി എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ കുറേ റെഫറൻസ്, തുടരും മൂവിയിലെ ലാലേട്ടന്റെ എപ്പിക് ജമ്പ്, കാന്താര മൂവിയിലെ സാധനം, അതൊക്കെ കിഡിലിനായിട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങിയ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് തീരുന്നവരെ ഫുള്ള് ചിരിയാണ്, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ആ ചിരിയുടെ ഇടയ്ക്ക് ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്, റൊമാൻസ് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്, സെന്റിമെന്റ്സ് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്, ആക്ഷൻ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിവിന്റെ ഇടത്തെ കൈ വെച്ചുള്ള അടിക്കൊരു പ്രത്യേക പവറാണ്. ആ സർവമായാൽ ഒരൊറ്റ അടിയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ നിവിൻ ആ ഇടത്തെ കൈ വെച്ച് അടിക്കുമ്പോൾ ഏതാണ്ട് മറ്റേ കിൻഡലിടി എന്നൊക്കെ പറയുന്ന പോലെ, സാറിന് പെപ്പയൊക്കെയാണ് കിൻഡലടി എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും നിവിന്റെ അടി ഭയങ്കര കിൻഡലടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഇടത്തെ കൈ വെച്ചുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരുന്നില്ലേ നമുക്കും കിട്ടുമെന്നുള്ള രീതിയിൽ ഭയങ്കര പവർ ഫീൽ ചെയ്യാറുണ്ട്. 2-3 സ്ഥലത്ത് അത് നമുക്ക് കാണാൻ പറ്റും. ആ അടി കൊടുക്കുമ്പോൾ കിട്ടുന്നവന് നല്ല രീതിക്ക് കൊള്ളുന്നിട്ട് ആ പവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിവിന് മാസം കാണിക്കാൻ ആറടി പൊക്കവും 6 പാക്ക് ബോഡിയും മസിലും ഒന്നും വേണ്ട. പുള്ളിയുടെ ആ എപ്പിക് താടി, അതുപോലെ തന്നെ ആ പുള്ളിയുടെ ഒരു കുറച്ച് കലിപ്പ് നോട്ടവും സംസാരവും ഒക്കെ ഉണ്ട്. നമ്മൾ പ്രേമത്തിലാണ് അത് ശരിക്കും ആദ്യമായിട്ട് കാണുന്നത്. ജസ്റ്റിനും ജോയലും, നിവിൻ പോളിയാണ് ജസ്റ്റിൻ, സംഗീത് പ്രതാപാണ് ജോയൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ജോയൽ എന്ന് പറയുന്ന ക്യാരക്ടർ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചേട്ടന്റെ പ്രേമത്തെക്കുറിച്ചുള്ള കുറച്ച് കുറ്റങ്ങൾ പറയുന്നൊരു സീനുണ്ട്. അപ്പൊ ഈ പുള്ളി നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൽ നിവിൻ പോളി ഇങ്ങനെ ആ സ്റ്റെയറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കൈവച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞുള്ള പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഇവൻ പേടിക്കുന്ന ഒരു സീനുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ആ പ്രേമത്തിലേക്ക് ആ ഒരു കലിപ്പും ആ ഒരു സംഭവം, ആ ഒരു കലിപ്പ് ഫീലൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ കണക്ട് ആയി. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണയാണ്. പണ്ട് ഈ കലിപ്പം വില്ലൻ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകുന്ന വില്ലൻ റോളൊക്കെ ചെയ്തിട്ട്, അതായത് മഞ്ഞു പോലൊരു പെൺകുട്ടി, കുബേരൻ, കുഞ്ഞിലെ ഈ സൂര്യ ടി വിയിലൊക്കെ സിനിമ വരുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പോൾ ഈ പുള്ളിയെ കാണുമ്പോൾ തന്നെ എനിക്ക് കുഞ്ഞിലെ പേടിയായിരുന്നു. അന്ന് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുക. അവിടെ നിന്ന് പുള്ളി എനിക്ക് തോന്നുന്നു ഹണീബിയൊക്കെ തൊട്ടാണ് കോമഡി ലൈനിലേക്ക് മാറിയത്. ഹണീബിക്ക് അതൊരു ഫാദറിന്റെ റോളാണ്. അത് കഴിഞ്ഞ് പുള്ളി കോമഡി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഷെർലക് ടോംസ് എന്ന് പറയുന്ന ഒരു മൂവിയിലെന്ന് തോന്നുന്നു, മറ്റേ ഫയർഫോഴ്സുകാരനായിട്ട് അച്ഛൻ്റെ ഷൊന്നമേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പുള്ളി കോമഡി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നടികർ എന്ന് പറഞ്ഞ മൂവിക്കകത്ത് പുള്ളിയുടെ കുറച്ച് കോമഡി ഉണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിരക്കകത്ത് ലാലുവായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. പുള്ളി കോമഡി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതിനകത്ത് കുറേ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ സാധനമുണ്ട് പുള്ളിയുടെ ആയിട്ടുള്ള കുറേ സാധനം പുള്ളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് മോശം എന്ന് പറയാൻ ആരുമില്ല, വരുന്നവരും പോകുന്നവരും എല്ലാം അടിപൊളി. അതുപോലെ നമ്മുടെ വിശക്കോല് വാപ്പി എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ആമേനകത്ത്, പുള്ളിയാണ് ഇതിനകത്ത് മമിത ബൈജുവിന്റെ അച്ഛനായിട്ട്. പുള്ളിയുടെ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനയ് ഫോർട്ട്,
അമിതാഭ് ബച്ചൻ്റെ അങ്കിളുടെ ക്യാരക്ടർ ബാങ്ക് മാനേജറായിട്ടാണ്. പുള്ളിയുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രേമലുവിൽ ആദി, പുള്ളി കവിളൊക്കെ വെച്ച് ഇങ്ങനെ വിറപ്പിക്കുന്ന, അതായത് ഈ കഥകളിക്കാരൊക്കെ വിറപ്പിക്കുന്ന പോലൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇതിനകത്ത് അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറിന്റെ പേര് ആഷ്ലി എന്നാണ്. ഈ ആഷ്ലി എന്നുള്ള എനിക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ ബോയ്സിനകത്ത് ഹോംലാൻഡർ പറയില്ലേ, ആഷ്ലി ലുക്ക് അറ്റ് മീ, ആ സാധനം. എല്ലാവരും ഇതിനകത്ത് ആഷ്ലി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സാധനം ഓർമ്മ വരും. പിന്നെ ഇതിനകത്ത് ശ്രിൻ്റെ ഉണ്ട്. ശ്രിൻ്റെയൊക്കെ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്ദു പണിക്കർ ഒരു കന്യാസ്ത്രീ ആയിട്ട് ചെറിയമ്മ എന്ന് പറയുന്ന റോളിൽ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളി ഒരു റോളായിരുന്നു ബിന്ദു പണിക്കരുടെ. ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഒരു ഫ്രെയിമിൽ 1-2 സെക്കൻഡ് നേരത്തേക്കെങ്കിലും വന്നു പോകുന്ന ആൾക്കാർ ഉൾപ്പെടെ അജാതി പെർഫോമൻസ് ആയിരുന്നു. അത് നമുക്കൊന്നും അതിശയിക്കാനില്ല. കാരണം പുതുമുഖങ്ങളായിട്ടുള്ള പിള്ളേരെ വെച്ച് അമ്മാതിരി തണ്ണീർമത്തം പോലൊരു പടമെടുത്ത ആളാണ് ഗിരീഷ് ഷേഡി. പുള്ളി അത് കഴിഞ്ഞ് ചെയ്ത പടങ്ങളെല്ലാം പിള്ളേരെ വെച്ച്, പുതിയതായിട്ട് വന്നിട്ടുള്ള പിള്ളേരെ വെച്ചാണ്. അതായത് തണ്ണീർമത്തൻ, അത് കഴിഞ്ഞ് ചെയ്ത പടമാണ് സൂപ്പർ ശരണ്യ, അത് കഴിഞ്ഞ് ചെയ്ത പടമാണ് പ്രേമലു, പിന്നെ അത് കഴിഞ്ഞ് അയാം കാതലൻ. ഇത് പുള്ളിയുടെ 5ാമത്തെ പടമാണ്. അപ്പോൾ ഈ 5ാമത്തെ പടം വന്നപ്പോഴാണ് പുള്ളി എന്താ പറയുന്ന ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരാളെ നായകനായിട്ട് പടം ചെയ്യുന്നത്. അതുവരെ 4 പടങ്ങളും പിള്ളേരെ വെച്ച് ചെയ്ത് അജാതി ബോക്സ് ഓഫീസിൽ പെർഫോമൻസ് കാണിച്ച ഒരാളാണ്. പ്രേമലു ഒക്കെ തന്നെ 200-250 കോടി കളക്ട് ചെയ്ത വലിയൊരു ഹിറ്റായ പടമാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കണ്ടിരുന്നേ കൊള്ളായിരുന്നു എനിക്ക് വളരെ റെയർ ആയിട്ട് തോന്നാറുള്ളൂ. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് തോന്നിയ ഒരു സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഒന്നുകൂടെ പോയി കാണും. കാരണം കണ്ടിറങ്ങിയിട്ട് നമ്മൾ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു ഫീല് തരുന്നൊരു പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ളൊരു പയ്യന് ഒന്ന് പ്രേമിച്ചാലൊക്കെ കൊള്ളാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ്. നമ്മളെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് ഇന്നാക്കും. ആ രീതിയിൽ കൺവിൻസിങ് ആയിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു ഫീൽ ഗുഡ്, നല്ലൊരു കണ്ടിറങ്ങുമ്പോൾ ഒരു സിനിമ കണ്ട സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക.